ഒരു മാസം കൊണ്ട് ഇയാൾ കോടീശ്വരനായി. അതിന് ഇയാൾ ഒരു അപകടം കാണുമ്പോൾ ആദ്യം റോഡിൽ നിന്ന് ആണി മാറ്റുന്നു. റോഡിൽ നിന്ന് ആണി വേഗത്തിൽ പറിച്ചെടുക്കുക എന്നതായിരുന്നു തലേദിവസം രാത്രി അവൻ നട്ടുപിടിപ്പിച്ച അതേ ആണി തന്നെ. ഹൈവേയിൽ തൊട്ടുമുന്നിൽ ഒരു കാർ റിപ്പയർ ഷോപ്പ് ഉണ്ടായിരുന്നു. കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടി അയാൾ രഹസ്യമായി റോഡിൽ കുഴികൾ തുറന്ന് അവയിൽ മൂർച്ചയുള്ള ആണികൾ കുത്തിവെച്ചു. അങ്ങനെ കാറുകളുടെ ടയറുകൾ പൊട്ടി തന്റെ കടയിലേക്ക് വന്നു. അയാളുടെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങി. പക്ഷേ അയാളുടെ ഭാര്യയ്ക്കത് തെറ്റാണെന്ന് തോന്നി. ഒരു ദിവസം അയാൾ ജയിലിലാകുമെന്ന് അവൾ മുന്നറിയിപ്പ് നൽകി. എന്നാൽ അവർ കൂടുതൽ പണം സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യ പോലും അത്യാഗ്രഹിയായി. അവൾ പരാതിപ്പെടുന്നത് നിർത്തി അവനെ സഹായിക്കാൻ തുടങ്ങി. ഒടുവിൽ തങ്ങളുടെ ജീവിതം പൂർണ്ണതയിലെത്തുകയാണെന്ന് ഇരുവരും വിശ്വസിച്ചു. ഒരു രാത്രി ട്രക്കുകൾ ആണി റോഡിൽ നിന്ന് ആണി തള്ളി മാറ്റിയതായി ആ മനുഷ്യൻ കണ്ടു. കൂടുതൽ ട്രക്കുകൾ നിർത്താൻ അയാൾ അടുത്തുള്ള ഒരു നിർമ്മാണ സ്ഥലത്ത് പോയി തൊഴിലാളികളോട് ഹൈവേ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് നിയമപരമായ പെർമിറ്റ് ഉണ്ടായിരുന്നതിനാൽ അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. ആരെയും ഉപദ്രവിക്കാത്തതിനാൽ പോലീസ് അവനെ വിട്ടയച്ചു. പ്രതികാരം ചെയ്യാൻ അയാൾ വീണ്ടും റോഡിൽ ആണി വരിച്ചു. അതേ രാത്രിയിൽ ഒരു ദമ്പതികളുടെ കാറിന്റെ ടയർ പൊട്ടി അയാളുടെ കടയിലെത്തി. അറ്റകുറ്റപ്പണിക്ക് വെറും $10 മാത്രം ചെലവാകേണ്ടതായിരുന്നു. പക്ഷേ അയാൾ അവരിൽ നിന്ന് $980 ഈടാക്കി. പണത്തിൽ അയാൾക്ക് സന്തോഷമായി. ആ രാത്രിയിൽ കൂടുതൽ നഖങ്ങൾ വിരിച്ചു. അടുത്ത ദിവസം ഒരു ധനികയായ സ്ത്രീ വാഹനമോടിക്കുകയായിരുന്നു. അവരുടെ കാറും ആണികളിൽ തട്ടി. അവൾ കടയിലെത്തി. അവളുടെ വിലയേറിയ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ അവൾ ധനികയാണെന്ന് ഡേവിഡിന് മനസ്സിലായി. ടയർ ശരിയാക്കിയ ശേഷം അയാൾ അവളോട് $10,000 ചോദിച്ചു. ഞെട്ടിപ്പിക്കുന്ന കാര്യം, അവൾ അവന് $20,000 നൽകി സത്യസന്ധമല്ലാത്ത പണം ഒരിക്കലും നിലനിൽക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകി. ഡേവിഡിന് അസ്വസ്ഥത തോന്നി. പക്ഷെ പണം കണ്ടപ്പോൾ അയാൾ വീണ്ടും സന്തോഷിച്ചു. ആ രാത്രിയിൽ അവർക്കൊരു പുതിയ ആശയം ലഭിച്ചു. അവർ ഒരു ഇലക്ട്രിക് ഡ്രില്ലെടുത്ത് ആണികൾ കൂടുതൽ ഉറപ്പിക്കാൻ റോഡിൽ ആഴത്തിലുള്ള കുഴികൾ ഉണ്ടാക്കി. അവർ ദ്വാരങ്ങളിൽ എക്സ്പാൻഷൻ ബോൾട്ടുകൾ പോലും സ്ഥാപിച്ചു. താമസിയാതെ നിരവധി കാറുകൾ വരാൻ തുടങ്ങി. ഒരു ദിവസം കൊണ്ട് ഡേവിഡ് $80,000 സമ്പാദിച്ചു. അയാൾ ഭാര്യയ്ക്ക് വില കൂടിയ സമ്മാനങ്ങളും തനിക്കായി ഒരു ആഡംബര കാറും വാങ്ങി. തന്റെ ജീവിതം പൂർണ്ണമായും മാറിയതുപോലെ അയാൾക്ക് തോന്നി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ധനികയായ സ്ത്രീ പെട്ടെന്ന് അപ്രത്യക്ഷയായി. ഡേവിഡ് അമിതമായി പണം ഈടാക്കിയതിനാൽ അവരെ കണ്ടെത്തി. പോലീസ് ആണികൾ കണ്ടെത്തിയെന്ന് ഡേവിഡ് കരുതി. പക്ഷേ അവർ തന്റെ ഫോട്ടോ കാണിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. വ്യക്തമായ തെളിവില്ലാത്തതിനാൽ അവർ അവനെ വിട്ടയച്ചു. എന്നിട്ടും പോലീസ് ജാഗ്രത പാലിച്ചു. ഡേവിഡിന്റെ അയൽക്കാരനോട് അവനെ നിരീക്ഷിക്കാൻ അവർ നിശബ്ദമായി ആവശ്യപ്പെട്ടു. ഒരു വൈകുന്നേരം പോൾ വിചിത്രമായി എന്തോ കണ്ടു. ഡേവിഡിന്റെ ഭാര്യ റോഡരികിൽ കുഴികൾ കുഴിക്കാൻ പോവുകയായിരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ വ്യാജനായ പട്ടാളക്കാരന്റെ കഥ കാണാം.